ഇനി ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയൊരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ അദ്ദേഹം ചെയ്ത ഒരു കാര്യം കേട്ടപ്പോൾ ഒരുപാട് ബഹുമാനം തോന്നി. സാധാരണ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞ് ഇന്ന കാര്യങ്ങൾ ചെയ്യാം എന്ന വാഗ്ദാനം തരും. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവരെ കാണാൻ പോലും കിട്ടാറില്ല. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ടല്ലേ. പക്ഷെ അവിടെയാണ് ഈ ഒരു സ്ഥാനാർത്ഥി വ്യത്യസ്തനാകുന്നത്. പരാജയപ്പെട്ടു, പക്ഷേ വോട്ട് ചോദിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യം അത് നടപ്പാക്കിയിരിക്കുകയാണ്. കണ്ടുവരാം. പത്തനാപുരം പഞ്ചായത്തിലെ മങ്കോട് വാർഡ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് മാങ്കോട് ഷാജഹാൻ. വോട്ട് തേടി നാടായ നാടൊക്കെ കറങ്ങി നടന്നു. അപ്പോഴാണ് ഒരിപ്പുറം ഉന്നതിയിലെ ദുരവസ്ഥ കണ്ടത്. ഇവരുടെ അച്ഛന് അപ്പൂപ്പന്മാര് മുതൽ ഇവിടെ ഉള്ളൊരു ഫാമിലിയാണ്. അവർക്ക് വർഷങ്ങൾ കൊണ്ട് വഴിയില്ല. ഒരു നടവഴി കൂടെ അവർ ഇത്ര കോളനി വെട്ടിപ്പിടിച്ച ഇവര്. അപ്പോൾ ആ ഒരു ആളുകൾക്ക് നടക്കാൻ നടവഴി ഇല്ലാത്തൊരു സാഹചര്യം എന്ന് പറഞ്ഞപ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞാൻ ജയിച്ചാലും തോറ്റാലും നിങ്ങൾക്ക് ഞാൻ വഴിയല്ല റോഡ് വെട്ടിത്തരാമെന്ന് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ റോഡ് നിർമ്മിച്ചു നൽകാമെന്ന ഷാജഹാന്റെ ഉറപ്പ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഷാജഹാൻ പരാജയപ്പെട്ടു. വോട്ടെണ്ണിയതിന്റെ പിന്നാലെ ഒരിപ്പുറം ഉന്നതിയിലേക്കെത്തി. നേരത്തെ വാങ്ങിയ 5 സെന്റ് ഭൂമിയിലൂടെ വഴിവെട്ടി സഞ്ചാര സ്വാതന്ത്ര്യവും നൽകി. ഈ 60 സെന്റ് സ്ഥലം ഇവിടെ കൊടുക്കാൻ ഇട്ടേക്കുവാണെന്ന് ഇവർ തന്നെ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, എങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റോഡ് തരും. അപ്പോൾ തന്നെ നമ്മൾ ആ വസ്തുവിൻ്റെ ഓണറെ പോയി കാണുകയും ആ വിലയ്ക്ക് നമ്മൾ ഇലക്ഷന് മുന്നേ മേടിച്ചു കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ചുമ്മാതാന്നൊക്കെ പറഞ്ഞ് ഇവരുടെ അടുത്ത് നിരന്തരം മറ്റുള്ള ആൾക്കാർ കയറി. എങ്കിൽ പോലും നമ്മൾ തോറ്റേൻ്റെ 2ാമത്തെ ദിവസം ഈ റോഡ് വെട്ടി കോൺക്രീറ്റ് ചെയ്ത് കൊടുത്തു. പാർട്ടി ഇടപെട്ട് റോഡ് വെട്ടി കോൺക്രീറ്റ് ഇട്ട് കൊടുത്തു. ഷാജഹാന്റെ പരാജയത്തിൽ ഏറെ വിഷമിക്കുന്നതും ഈ കുടുംബങ്ങളിലെ ജനങ്ങളാണ്. ആരും ചെയ്യാത്ത ഒരു നല്ല പ്രവൃത്തി തോറ്റ സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അവർ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് വാക്കുകളില്ല സാറിനോട് പറയാനും കൂടെ. ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. ഞങ്ങൾക്ക് ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതിയ ഒരു സ്വപ്നമാണ് ഇപ്പം ഞങ്ങളുടെ മുൻപിൽ ഇതിപ്പോൾ ഇങ്ങനെ ആയി കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. ഈ നല്ല പ്രവൃത്തിയെക്കുറിച്ച് ചോദിച്ചാൽ ഷാജഹാൻ പറയും, ഞാൻ നൽകിയ വാക്കല്ലേ, തോറ്റെങ്കിലും സാരമില്ല, അവർ സ്വതന്ത്രരായി വഴി നടക്കട്ടെ. മാതൃഭൂമി ന്യൂസ്, കൊല്ലം. കുറേ കുടുംബങ്ങളുടെ കണ്ണീര് അത് അവസാനിക്കുകയാണല്ലോ. ഇവിടെയാണ് അദ്ദേഹത്തോട് ബഹുമാനം തോന്നുന്നത്. തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ഇങ്ങനെ ഒരു പ്രവൃത്തി അവർക്ക് വേണ്ടി ചെയ്യാമെന്ന് തീരുമാനിച്ചതിന്. കണ്ണൻ നായരാണ് നമുക്കൊപ്പം ചേർന്നത്. കണ്ണൻ, ഒരുപാട് ബഹുമാനം തോന്നുന്നുണ്ട് അദ്ദേഹത്തോട്. കൊല്ലം പത്തനാപുരത്താണ് ഈ ഒരു സംഭവം. അതുപോലെ തന്നെ അവിടെ ഉള്ള ചിലർക്കെങ്കിലും അദ്ദേഹത്തിന് വോട്ട് ചെയ്യാത്തതിൽ കുറച്ചെങ്കിലും ഒരു കുറ്റബോധമൊക്കെ ഇപ്പോൾ തോന്നിയിട്ടുണ്ടാവും അല്ലേ? സാധാരണ നാട്ടിൻ പ്രദേശങ്ങളിൽ ഒരു ചൊല്ലുണ്ട്, ഒരു വ്യക്തി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്ത് മെമ്പറായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിന്നെ കാണണമെങ്കിൽ 5 വർഷം കഴിയണം. അതായത് അടുത്ത വോട്ടെടുപ്പ് വരണമെന്നുള്ളതാണ് സാധാരണ നാട്ടുപ്രദേശങ്ങളിലൊക്കെ പറയാറുള്ളത്. പക്ഷേ ഈ അങ്ങനെയുള്ള പറച്ചിലൊന്നും വേണ്ട. പത്തനാപുരത്ത് അങ്ങനെ അല്ലാത്തൊരു വ്യക്തിയുണ്ടും. തോറ്റുപോയ സ്ഥാനാർത്ഥിയാണ്, മാങ്കോടുകാരനാണ് ഷാജഹാൻ. അദ്ദേഹം തോറ്റുപോയതാണ്. UDF സ്ഥാനാർത്ഥിയായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ട് തേടിയെത്തിയ സമയത്ത് അവിടുത്തെ ഒരു 5 കുടുംബങ്ങളുള്ള ഒരു ഉന്നതിയുണ്ട്. അവിടുത്തെ ആൾക്കാരുടെ ദുരവസ്ഥ, അവർക്ക് വഴിയില്ല, ഈ പ്രായമായ ആൾക്കാരുണ്ട്, അവരെയൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു ചെറിയ നടവഴി മാത്രമാണുള്ളത്. അന്ന് ഷാജഹാൻ കൊടുത്ത ഉറപ്പാണ്, ഞാൻ ജയിച്ചാലും തോറ്റാലും ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് വഴി ഉണ്ടാക്കി തരും എന്നുള്ളതാണ് അദ്ദേഹം കൊടുത്ത ഉറപ്പം. അതിനുശേഷം തൊട്ട് സമീപത്തുള്ള ഒരു വസ്തു വാങ്ങിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു 5 സെന്റ് വസ്തു വാങ്ങിച്ച് അവിടെ വേണ്ട ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പെരുമാറി നടക്കുന്ന സമയത്ത് ആയതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ വഴിവെട്ടാനോ ഒന്നും തന്നെ പോയില്ല. എന്തായാലും വോട്ട് എടുപ്പ് നടന്നു, വോട്ടെണ്ണി പരാജയപ്പെട്ടു എന്നറിഞ്ഞു. നേരെ വന്നത് ഈ ഉന്നതിയിലേക്കാണ്. അവിടെ അതിഗംഭീരമായിട്ടുള്ള ഒരു റോഡ് വെട്ടി അവിടെ കോൺക്രീറ്റ് ചെയ്ത് അത് നാട്ടുകാർക്ക് സമർപ്പിച്ചു. അതായത് തോറ്റാലും ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധി, ജനങ്ങൾക്ക് കൊടുത്ത ഒരു ഉറപ്പ് അത് കൃത്യമായി പാലിക്കും എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഇതിലൂടെ കാട്ടിത്തരുന്നത്. വ്യത്യസ്തനായ ഒരു വ്യക്തി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി മൂലം ആ കുടുംബങ്ങൾക്ക് നടവഴി പോലും ഇല്ലായിരുന്ന ആൾക്കാർക്ക് വാഹനം കയറിപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ കയറി പോകുന്ന തരത്തിലേക്ക് ഒരു റോഡായി, കോൺക്രീറ്റ് ചെയ്തൊരു റോഡായി. ഒപ്പം തന്നെ സമീപത്തും ഒരു വീട് ഇല്ലാത്ത ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു വീട് വെച്ച് കൊടുക്കാൻ കൂടിയുള്ള തയ്യാറെടുപ്പിലാണ് ഷാജഹാനുള്ളത്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വ്യത്യസ്തരാണ്. കാര്യം അവർ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുക, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു പഞ്ചായത്ത് മെമ്പർ ആയി കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടും, എത്ര രൂപ കിട്ടും, അതിനേക്കാൾ എത്രയോ ഇരട്ടി പൈസ ഇവിടെ മുടക്കുന്നുണ്ട്. ഈ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കാനുള്ള ഒരു അവസരമൊക്കെ തന്നെയാണ് പറയുന്നത്. ഇതുതന്നെയായാലും പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും ഒരു മടിയും കൂടാതെ, ഞാൻ തന്നെ പരാജയപ്പെടുത്തിയ ആൾക്കാരിലുള്ള വാർഡാണല്ലോ, അതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല എന്നൊന്നും കരുതിയിരുന്നില്ല. അദ്ദേഹം നേരെ വന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമ്മൾ ചില MLA മാർ, തോറ്റ ആൾക്കാർ നേരെ വാർഡിലേക്ക് ഇറങ്ങി അടുത്ത തവണ ആ മണ്ഡലം പിടിച്ചെടുക്കുകയൊക്കെ തന്നെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഷാജഹാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും
ഒരു നല്ല പ്രവൃത്തി തന്നെയാണ് ആ കുടുംബം. തീർച്ചയായും നല്ല പ്രവൃത്തി തന്നെയാണ്. അതുപോലെ തിരഞ്ഞെടുപ്പിൽ തോറ്റെങ്കിലും ജീവിതത്തിൽ അദ്ദേഹം ജയിച്ചു എന്ന് തന്നെ പറയണമല്ലേ. ഈ ഉന്നതിയിലുള്ള ആ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ അദ്ദേഹം കൂടെ നിന്നു എന്നുള്ളതാണ് വളരെ വലിയൊരു കാര്യമാണ് ഷാജഹാൻ സാർ ചെയ്തത്. അതിന് എല്ലാവിധ അഭിനന്ദനങ്ങളും കയ്യടിയും ഒക്കെ നൽകുകയാണ്. ശരി.